യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ രാവിലെ തന്നെ അമ്പലത്തിൽ നിന്നാണ് കേട്ടോ. ഹസ്ബൻഡിൻ്റെ പിറന്നാളായിരുന്നു. അപ്പം നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ തൊഴുതൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ശരിക്കും എടുക്കുന്നത് ജൂലൈ 12 കേട്ടോ. അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി. ജൂലൈ 11 നമ്മുടെ വേദുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗിഫ്റ്റൊക്കെ ഞാൻ വേദുവിൻ്റെ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുന്ന സമയത്തെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് ആ ഡ്രസ്സ് എടുക്കുന്ന വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ ടീഷർട്ടാണ് കേട്ടോ വാങ്ങിയത്. പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഗിഫ്റ്റ് തരുന്ന ഒരു ക്ലൂവും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതേണ്ട ഈ 3 ടീഷർട്ടാണ് കേട്ടോ എടുത്തത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ അടുത്തുള്ള ടൗണിൽ തന്നെയാണ് പോയത്. അപ്പോൾ വേദുവിന് കേക്കും അതുപോലെ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗ്യാപ്പിൽ ഞാനും ഗിഫ്റ്റ് എടുത്ത് പിറ്റേന്ന് രാവിലെ അമ്പലത്തേക്ക് പോകുന്നതിൻ്റെ മുന്നേ ആ ഡ്രസ്സിൻ്റെ അടിയിൽ ഗിഫ്റ്റൊക്കെ സെറ്റാക്കി വെച്ചതായിരുന്നു കേട്ടോ, എക്സ്പ്രഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്താണെന്ന് നൈസായിട്ട് പാളി. മൂപ്പരത് കണ്ട ഭാവേ നടിച്ചില്ല. പിന്നെ ഞാൻ എടുത്തു കൊടുക്കേണ്ടി വന്നു. എടുത്തപ്പോൾ ചെറിയൊരു പുളിച്ച ചിരിയൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാ അമ്പലത്തിൽ നിന്ന് വന്ന് നമ്മൾ ചായയൊക്കെ കുടിച്ച് പിന്നെ പായസം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഈ പായസത്തിൻ്റെ മിക്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബശ്രീക്കാരെ മറ്റേ ഹോം ഷോപ്പ് എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ, അതിൻ്റെ പ്രൊഡക്റ്റാണ് കേട്ടോ. അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ അവരുടെ. അതൊക്കെ എല്ലാ പ്രൊഡക്റ്റും. അപ്പോൾ ഇതിൽ കണ്ടില്ലേ, ഇതിൽ നമ്മൾ പാല് മാത്രം ഒഴിച്ചാൽ മതി, ബാക്കിയൊക്കെ ഉണ്ട്. പഞ്ചസാര വരെ അതിലുണ്ട്, അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പായസം ഉണ്ടാക്കുന്നത് എളുപ്പമാണ്. അപ്പോൾ അത് വെച്ച് പായസം ഉണ്ടാക്കുന്നുണ്ട് ഏട്ടൻ ഷോപ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിതാ പായസമൊക്കെ ഉണ്ടാക്കി. പിന്നെ വൈകുന്നേരത്ത് പെരും മഴയായിരുന്നു. അപ്പം ഞാൻ കേക്ക് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഒരു ക്ലൂവും കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഒരു കേക്ക് വാങ്ങുന്നൊന്നും അറിയില്ല കേട്ടോ. സാധാരണ നമ്മൾ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറൊന്നുമില്ല. അപ്പം ഞാൻ ഇതാ വേദുവിനെയൊക്കെ കൂട്ടി നമ്മൾ കേക്ക് വാങ്ങാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഇത് കേക്ക് വാങ്ങുന്നുണ്ട്. ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ ഇതാ നമ്മളെ ബർത്ത്ഡേ വിഷസൊക്കെ എഴുതി. ഗിഫ്റ്റ് ഓൾറെഡി കൊടുത്തല്ലോ. അപ്പോൾ മഴയൊക്കെ ആണ് കേട്ടോ, പുറത്ത് നല്ല മഴയാണ്. അപ്പം നമ്മൾ കേക്കൊക്കെ വാങ്ങി. വൻ പ്ലാനൊക്കെ ആയിരുന്നു കേട്ടോ. അതുപോലെ നടക്കുമെന്നൊന്നും അറിയില്ല. നമ്മൾ കേക്ക് നേരെ വേദുവിൻ്റെ വീട്ടിൽ തന്നെയാണ് വെച്ചത്. അങ്ങനെ ഒരു 8:30 ആയപ്പോൾ ഏട്ടൻ വന്ന് കുളിക്കാൻ വേണ്ടി കയറിയപ്പോഴാണ് നമ്മളിതാ കേക്കൊക്കെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. പുതിയ വീട്ടിലാണ് കേട്ടോ വെച്ചത്. പഴയ നമ്മളിപ്പം നിൽക്കുന്ന വീട്ടിൽ നിന്ന് വീഡിയോ എടുക്കാനോ കേക്ക് കട്ട് ചെയ്യാനോ പറ്റിയ സിറ്റുവേഷൻ ഒന്നുമില്ല. അപ്പോൾ പുതിയ വീട്ടിൽ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇതേണ്ട വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് വേദുവിൻ്റെ ഏട്ടനാണ്. അവൻ സിനിമ കയറ്റാൻ വേണ്ടി വന്നതാണ്. പുതിയ വീട്ടിലേക്ക് വായോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിൽക്കണത് കേട്ടോ. അപ്പം നമ്മൾ ആ പൊട്ടിക്കണ സാധനം ഉണ്ടല്ലോ, എന്താണ് അതിൻ്റെ പേര്, അത് ഞാൻ മറന്നുപോയി, അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ വീഡിയോ എടുത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ആ കേക്കൊക്കെ അമ്മേൻ്റെ അടുത്ത് കൊടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഉണ്ടായതൊന്നും പറയണ്ട ഗായ്സ്, പൊട്ടിച്ചതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. ആ ഒരു ആർമാദിപ്പിൽ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ ഇതാ നമ്മൾ കോലായി കൊണ്ടിച്ച് കേക്കൊക്കെ മുറിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഇതാ വേദു വന്നിട്ടുണ്ട്. വേദു നേരത്തെ വരാത്തത് ആ പൊട്ടിക്കുന്നതിൻ്റെ സൗണ്ട് അവന് ഇഷ്ടമല്ല കേട്ടോ. അതായത് അവന് പേടിയാണ്. അപ്പോൾ അവൻ വന്നില്ല. പിന്നെ നമ്മൾ സർപ്രൈസ് കൊടുക്കുമ്പോൾ സൗണ്ടൊക്കെ ഉണ്ടായി. വെറുതെ ചീറ്റി പോകണ്ട വിചാരിച്ചിട്ട് അവൻ നേരത്തെ വന്നില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ വന്നതാണ്. അപ്പോൾ അതങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ നടക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷമായിട്ടോ, എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. വിചാരിച്ചേ ഇല്ലല്ലോ, വിചാരിക്കാതെ കിട്ടുന്നതിന് എപ്പോഴും സന്തോഷം കൂടുതലായിരിക്കില്ലേ. അങ്ങനെ എന്താ ലാസ്റ്റ് ഞാനും പോയി കൊടുക്കുന്നുണ്ട്. ഞാൻ ഡ്രസ്സൊന്നും മാറാൻ വേണ്ടി നിന്നില്ല കേട്ടോ. കാരണം ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞാൽ നൈസായിട്ട് ഡൗട്ട് അടിക്കും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.